ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ക്യാത്തീസ് ഹോം കുക്കിംഗ്. നമ്മൾ ഇന്ന് ഒരു ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഒരു പ്രത്യേക മസാലക്കൂട്ട് ചേർത്തുള്ള സ്വാദിഷ്ടമായ ചെമ്മീൻ ബിരിയാണിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പൊ അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. റൈസ് കുക്ക് ചെയ്യുന്നതിന് വേണ്ടി ഞാനിവിടെ 4 കപ്പ് ബസുമതി റൈസ് ആണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മളൊരു 3-4 പ്രാവശ്യം നല്ലപോലെ കഴുകിയതിന് ശേഷം 30 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇനി വേണ്ടത് ഓൾ സ്പൈസസ് ആണ്. 7 ഏലക്ക, 8 ഗ്രാമ്പു, 2 പട്ടേല, ഒരു ചെറിയ പീസ് കറുവപ്പട്ട, 8-10 കുരുമുളക്, പിന്നെ 3 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്, 1 ടേബിൾ സ്പൂൺ നെയ്യ്. ഇത്രയാണ് നമ്മുടെ റൈസ് കുക്ക് ചെയ്യാൻ ആവശ്യമായവ. ഇനി നമുക്ക് മസാലയ്ക്ക് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1.5 കിലോ ചെമ്മീന് നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 4 മീഡിയം സൈസ് സവോള ഇതുപോലെ ചെറുതായി അരിഞ്ഞത്, 2 വലിയ ടൊമാറ്റോ ചെറുതായി അരിഞ്ഞത്, പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി. ഞാനിവിടെ കശ്മീരി ചില്ലി പൗഡർ ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 5 പച്ചമുളക്, 3 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 2 പിടി മല്ലിയിലയും 1 പിടി പുതിനയിലയും. നമ്മൾ എത്ര അളവിലാണോ മല്ലിയില എടുക്കുന്നത് അതിന്റെ നേർ പകുതി പുതിനയില എടുത്താൽ മതിയാകും. പിന്നെ 1/4 കപ്പ് തേങ്ങാ ചിരവിയതും, 3 ടേബിൾ സ്പൂൺ തൈരും, പാകത്തിനൊപ്പം എണ്ണയും. ഇനി നമ്മൾ ഈ ബിരിയാണി തയ്യാറാക്കി കഴിഞ്ഞ് അതിന്റെ മുകളിൽ ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ 1 സവോള ഇതുപോലെ തിന്നായി അരിഞ്ഞതും കുറച്ച് കാഷ്യൂവും റേസിൻസും എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഈ പ്രോൺസിനെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പൊ ഈ ചെമ്മീനിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇതിനെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഒരു 30 മിനിറ്റ് നമുക്കിതൊന്ന് മാറ്റിവെക്കാം. അപ്പൊ ഈ ഒരു ടൈമിൽ നമുക്ക് റൈസ് വേവിച്ചെടുക്കാം. 4 കപ്പ് ഇന്ത്യ ഗേറ്റിന്റെ ബസുമതി റൈസിന് നമുക്ക് വേണ്ടത് 8 കപ്പ് ചൂടുവെള്ളമാണ്. അപ്പൊ ഇവിടെ വെള്ളം ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തിലേക്ക് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കാം. 4 ഗ്രാമ്പു, 1 പട്ടേല, 3 ഏലക്ക, പിന്നെ കുറച്ച് കുരുമുളകും സിനമൺ സ്റ്റിക്കും കൂടിയാണ് ചേർക്കുന്നത്. ഞാനിവിടെ 4 കപ്പ് ഇന്ത്യ ഗേറ്റിന്റെ ബസുമതി റൈസിന് 8 കപ്പ് ചൂടുവെള്ളമാണ് എടുക്കുന്നത്. ഇപ്പൊ വെള്ളം നല്ലപോലെ തിളച്ചു വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റിവെക്കാം. ഇനി വേറൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ബാക്കിയുള്ള സ്പൈസസും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബസുമതി റൈസ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് ഈ റൈസ് ചെറുതായി ഒന്ന് മൂത്ത് മണം വരുന്നത് വരെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം. ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാവും. ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി ഇതിനെ റോസ്റ്റ് ചെയ്തെടുക്കാൻ. ഇപ്പൊ നമ്മുടെ റൈസ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഈ റൈസിലേക്ക് തിളപ്പിച്ചു വെച്ചിരിക്കുന്ന 8 കപ്പ് വെള്ളവും സ്പൈസസും കൂടി ചേർത്ത് കൊടുക്കാം. അതിന്റെ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും, 3 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അപ്പോഴത്തേക്ക് ഇതിലെ വെള്ളമെല്ലാം വറ്റി നമ്മുടെ അരിയ പാകത്തിന് വെന്ത് കിട്ടും. ഇനി നമുക്ക് ബിരിയാണിയുടെ മസാലയ്ക്ക് വേണ്ടിയുള്ള ഒരു പേസ്റ്റ് തയ്യാറാക്കിയെടുക്കണം. അതിനുവേണ്ടി നമ്മളിവിടെ 2 പിടി മല്ലിയില, 1 പിടി പുതിനയില, തേങ്ങാപ്പീര, പിന്നെ 5 പച്ചമുളക് ഇത്രയുമാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടി നമുക്കൊരു മിക്സിയുടെ ബൗളിലേക്ക് ഇട്ടു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഫൈനായി അരച്ചെടുക്കാം. ഇത് നമുക്ക് മാറ്റിവെക്കാം. ഇനി നമ്മുടെ അരി വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. വെള്ളമെല്ലാം വറ്റി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ സ്റ്റിക്കി ആയിട്ടുമില്ല. ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് വെക്കാം. അതുപോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ താഴെയുള്ള ചോറ് ചൂട് കാരണം ഇരുന്ന് വീണ്ടും വെന്തു പോവാനുള്ള ചാൻസ് ഉണ്ട്.
ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇനി ഈ എണ്ണയിലേക്ക് നമ്മുടെ പ്രോൺസ് ഇട്ട് കൊടുക്കാം. ഒരുപാടങ്ങ് ഡീപ് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മതിയാവും. ഇതിപ്പോ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഈ സെയിം എണ്ണയിൽ തന്നെയാണ് നമ്മൾ മസാല തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർക്കാം. ഇനി ഈ സവോള ചെറുതായി ഒന്ന് വഴണ്ടി വരുമ്പോ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് ഇതിന്റെ ആ പച്ചമണം ഒന്ന് മാറി വരുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അതിന്റെ കൂടെ പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മല്ലിയിലയും പുതിനയിലയും തേങ്ങായും ഒക്കെ ചേർത്ത് അരച്ചെടുത്ത ഈ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിന്റെ ആ പച്ചമണം ഒന്ന് മാറി വരുന്നത് വരെ ഒരു 3-4 മിനിറ്റ് ഇതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി തൈര് ചേർക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്ന പ്രോൺസ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കണ്ടിന്യൂസ് ആയി ഇളക്കി നമുക്ക് ഈ ഗ്രേവിയെ കുറച്ചൊന്ന് തിക്കാക്കി എടുക്കാം. ഇപ്പൊ കളറൊക്കെ ഒന്ന് മാറി ചെറുതായി എണ്ണ തെളിഞ്ഞ് ഗ്രേവി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇത് മാറ്റിവെക്കാം. ഇനി ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ കുറച്ച് നെയ്യ് ചൂടാക്കി അതിലേക്ക് ഫസ്റ്റ് കാഷ്നട്ട് ഇട്ട് കൊടുക്കുകയാണ്. കാഷ്യൂ ഹാഫ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഇതിലേക്ക് റൈസിൻസും കൂടി ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതേ നെയ്യിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർക്കാം. എന്നിട്ട് നല്ലൊരു ഗോൾഡൻ കളർ ആയി വരുന്നത് വരെ ഫ്രൈ ചെയ്യാം. ഇനി നമുക്ക് ബിരിയാണി ലെയർ ചെയ്തെടുക്കാം. അതിന് ഇതുപോലൊരു പാനിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ നമ്മളിപ്പോ സ്റ്റൗ ഓൺ ചെയ്തിട്ടില്ല. ഇനി ലെയർ ചെയ്തെടുക്കാം. ആദ്യമേ കുറച്ച് പ്രോൺ മസാല ഇട്ട് കൊടുക്കാം. അതിന്റെ മുകളിലേക്ക് കുക്ക് ചെയ്തെടുത്തിരിക്കുന്ന ബസുമതി റൈസ് ലെയറായി ഇട്ട് കൊടുക്കാം. ഇനി വീണ്ടും പ്രോൺ മസാല ആഡ് ചെയ്യാം. അതിന്റെ മുകളിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ ബിരിയാണി ലെയർ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ബിരിയാണിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് പാലിൽ ലേശം മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്ത് എടുത്തതാണിത്. ഇത് ഈ റൈസിന്റെ മുകളിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇതിന് ശേഷം ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്യാം. നല്ല ടൈറ്റ് ആയിട്ട് വേണം നമ്മൾ ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്യാൻ. അപ്പൊ ആവി ഒട്ടും വെളിയിൽ പോവുകയുമില്ല. അതിലുള്ള ഫ്ലേവർ ഒക്കെ നല്ലപോലെ സീൽ ചെയ്ത് അതിൽ തന്നെ ഇരിക്കും. ഇനി ലിഡ് വെക്കുക. എന്നിട്ടൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് ദം ചെയ്തെടുക്കാം. ഇപ്പൊ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇതിന്റെ മുകളിലേക്ക് ഫ്രൈഡ് ഓണിയനും കാഷ്യൂം റൈസിൻസും വിതറി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി ഒരു സൈഡിൽ നിന്ന് ചെറുതായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഇത് കണ്ടാൽ തന്നെ അറിയാം റൈസ് ഒന്നും ഒട്ടും വെന്ത് പോകാതെ ആവശ്യത്തിന് മസാലയൊക്കെ ചേർന്ന് നല്ല രുചികരമായിട്ടുള്ള ഒരു ചെമ്മീൻ ബിരിയാണിയാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ സജഷൻസ് കമന്റ്സ് വഴി അറിയിക്കണം. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരെ ബൈ, ടേക്ക് കെയർ.